തറവാടൊക്കെ കണ്ടപ്പോ ആമിക്ക് വലിയ സന്തോഷമൊക്കെയായി. ഫ്രഷായി വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. അപ്പോ ആമി ഇവിടെ ഉള്ളവരെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. നന്ദു, ഇവർക്ക് ആരാ? പൂരത്തിന് വന്നതാ. എവിടെ പൂരം? ഈ എടി പൊട്ടി, എന്റെ ആമി, ഇതൊക്കെ ഇവിടെ ഉള്ളവരാ. എടി പട്ടി, ഞാൻ ഇവരൊക്കെ പരിചയപ്പെടുത്തി തരാനാണ് പറഞ്ഞത്. എല്ലാവരെയും പറ്റി പറയാൻ തുടങ്ങി. വേറെ ആര്? ഞാൻ തന്നെ. മുത്തശ്ശീനെയും മുത്തച്ഛനെയും മനസ്സിലായില്ലേ? വിശ്വനാഥ് മഹേശ്വരി. ആ, ബാക്കി വിളക്ക് തന്നില്ലേ, അവരാണ് ഞങ്ങളുടെ ദേവൂമ്മ. മാമന്റെ ഭാര്യയാണ് ശ്രീദേവി ദേവരാജ്. ദേവരാജ് മാമൻ അമ്മയുടെ സഹോദരൻ. പിന്നെ ഉള്ളത് സുഭദ്ര, അമ്മയുടെ അനിയത്തിയാണ്. അമ്മായി ഇവിടെ തന്നെയാണ് താമസം. ഒറ്റ മകൾ. മാമനക്ക് 2 മക്കളാണേ. ഫസ്റ്റ് പ്രോഡക്റ്റ് അശ്വതി ദേവരാജ് എന്ന അച്ചു, സെക്കൻഡ് പ്രോഡക്റ്റ് അശ്വിൻ ദേവരാജ് എന്ന അപ്പു, പിന്നെ അമ്മായിയുടെ മോള് പ്രിയ. ഇനി അങ്ങോട്ട് നിന്റെ പാര. എന്ത് പാര? അതായത് രമണ, നിനക്ക് അവൾ ഇനി പണിയാകും. അതെന്താ? കണ്ടറിയാം. അല്ല, നിനക്കിനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാലും നന്ദു പാര. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഒന്നുമില്ല പൊന്നാരേ. സാധാരണ തറവാടെന്നൊക്കെ കേൾക്കുമ്പോ ഒരു ലോഡ് ആളുകളാകും. ഇവിടെ പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയുണ്ട്? എല്ലാവരും ഇഷ്ടമായോ? പിന്നെ ഇല്ലാതെ, ആളുകളെ പരിചയപ്പെടുന്നല്ലേ ഉള്ളൂ. സ്ഥലം പക്ഷെ പൊളി വൈബാണ് കേട്ടോ. അടിപൊളിയാണ്. ആമി, ആമി മോളെ, ഇങ്ങ് വാ. പെട്ടെന്ന് മുത്തശ്ശി വിളിച്ചതും അവള് പോയി. മോള് ഞങ്ങളെയൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നേ? ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവൂല്ലേ? ഇല്ല മുത്തശ്ശി, ഇവരൊക്കെ സർപ്രൈസ് എന്നും പറഞ്ഞ് ഒന്നും പറഞ്ഞു തന്നില്ല. ഇവിടെ ആരൊക്കെ ഉണ്ടെന്നോ ഒന്നും. ആമി ചുണ്ടു ചുളുക്കി പറഞ്ഞതും മുത്തശ്ശി ഇരുന്ന് ചിരിച്ചു. കൂടെ ദേവുമ്മയും. മുത്തച്ഛൻ അവരെ നോക്കി ഇരിക്കുന്നുണ്ട്. എന്റെ മുത്തശ്ശി ഡിമാൻഡ് ഇട്ടതാണേ. മുത്തശ്ശിയുടെ തോളിൽ ചാരി ഞാൻ പറഞ്ഞതും മുത്തശ്ശി, ഡിമാൻഡോ? അതെന്താ കുട്ടിയെ? അതിന് മറുപടി പറയാൻ നിന്നപ്പോത്തേനും ആമി കേറി ഓരോന്നും പറഞ്ഞു. ദേവുമ്മയും ആമിയും മുത്തച്ഛനും ഒക്കെയായി പിന്നെ സംസാരം തന്നെയായിരുന്നു. നമുക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ആദിയേട്ടനും അപ്പോഴാണ് വരുന്നത്. പിന്നെ അവരുമായി ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോന്നും പറഞ്ഞിരുന്നു. ആമി ഇവിടെ എല്ലാവരുമായി പെട്ടെന്ന് തന്നെ അടുത്തു. അമ്മായി മാത്രം അത്ര മൈൻഡില്ല. മുത്തശ്ശിയൊക്കെ നല്ല കൂട്ടാന്നേ. ഭർത്തു മുത്തച്ഛനുമായി നല്ല കൂട്ടാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എപ്പോഴും മുത്തച്ഛന്റെ തോളിൽ തൂങ്ങിയാണ് ആള്. ആദിയുണ്ട് കേട്ടോ. 2 പേരും മുത്തച്ഛന്റെ ഇടവും വലവും ഉണ്ട്. ആദിയെപ്പോലും ഇവരൊക്കെ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ സ്നേഹിക്കുന്നേ. എന്തോ കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി. ഇവിടെ എല്ലാവരും നല്ലവരാണ്. എന്താ അമ്മിക്കുട്ടിയെ അവരെ ഇങ്ങനെ നോക്കുന്നേ? രുദ്രനെ ആണോ? അവനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവൂലല്ലേ? ശരിയാണ്, ഭർത്തുവിനെ ഞാൻ ഇങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കലിപ്പ് മാത്രല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ എന്ന മട്ടിൽ തലയാട്ടി കാണിച്ചു. മുത്തച്ഛന്റെ കൂട്ടാ 2 ആളും. അപ്പു കൂടെ വന്ന പിന്നെ തികഞ്ഞു. അവരെ നോക്കി പുഞ്ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു. അല്ല മുത്തശ്ശി, അവരൊക്കെ എവിടെ? നന്ദു പറഞ്ഞു തന്നെങ്കിലും അവരെ ഒന്നും കണ്ടതേയില്ല. ക്ലാസ് അല്ലേ മോളെ അവർക്കൊക്കെ. ഓ, അങ്ങനെയൊന്നും ഉണ്ടല്ലേ. എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഞാൻ കുറെ ആയില്ലേ പോയിട്ട്. പിന്നെ നന്ദുവിനും തുടങ്ങിയിട്ടില്ല. ഭർത്തുവിനെ നോക്കിയതും ആള് എന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് മുഖം വെട്ടിച്ചു. ഇനി ഞാൻ നോക്കിയത് കാണണ്ടല്ലോ. മുത്തശ്ശി ഞങ്ങളെയും കൊണ്ട് മുത്തച്ഛൻ്റെ അടുത്തേക്ക് വിട്ടു. അവിടെ ഇരുന്ന് വീണ്ടും കത്തിയടി തുടങ്ങി.
ഇവന്റെ കല്യാണം കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. മുത്തച്ഛൻ എന്നെ നോക്കി പറഞ്ഞതും ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. അല്ലാതെ എന്തു പറയാൻ. വീട്ടുകാര് കാണാത്ത പെണ്ണ് എന്നൊരു ദേഷ്യം ഉണ്ടായിരുന്നു. മോളെ കണ്ടപ്പോ അതങ്ങോട്ട് പോയി. എൻ്റെ തലയിൽ തലോടി മുത്തച്ഛൻ അത് പറഞ്ഞതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആദ്യമായാണ് മുത്തച്ഛനെയും മുത്തശ്ശിയെയും കിട്ടുന്നത്. എന്നാലും എൻ്റെ ശാരി, നമ്മളൊക്കെ എത്ര പറഞ്ഞതാ ഒരു പെണ്ണ് കെട്ടാൻ, അപ്പൊ അവര് വേണ്ട. മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കൂടെ മുത്തശ്ശിയും ആദിയും നന്ദുവും. അമ്മായിയും ദേവുമ്മയും അമ്മയും അടുക്കളയിലേക്ക് പോയി. അതിനിപ്പോ എന്താ ഇത്ര ചിരിക്കാൻ ഉള്ളതെന്ന മട്ടിൽ ഞാനിരുന്നു. ശാരി എന്നാണോ മുത്തച്ഛൻ വിളിക്കുക? ആ, എന്നാ ഞാനും അങ്ങനെ വിളിക്കാം. ഈ മുത്തശ്ശി മുത്തച്ഛ എന്നൊക്കെ വിളിക്കുമ്പോ പേരിനല്പം നീളം കൂടുതലല്ലേ? ഞാൻ നിഷ്കുവായി ചോദിച്ചതും രണ്ടാളും ചിരിച്ചുകൊണ്ട് എന്താ വിളിക്കാൻ ഇഷ്ടം അത് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോ മുത്തച്ഛനെ ഇനി മുത്തു എന്ന് ചുരുക്കി, മുത്തശ്ശീനെ ശാരിക്കൊച്ച്. ആഹാ, അടിപൊളി. അപ്പൊ ഇനി ഞങ്ങളും അങ്ങനെ വിളിക്കൂ. നന്ദു വേഗം പറഞ്ഞു. ശിവ ശിവ, എൻ്റെ മക്കളെ നിങ്ങൾ എന്താന്ന് വെച്ചാ വിളിച്ചോ. മുത്തശ്ശി പറഞ്ഞതിനോട് യോജിച്ച് മുത്തു ചിരിച്ചു. ഭർത്തുവിനെ നോക്കിയപ്പോ മൂപ്പര് ഒരു പ്രത്യേക ചിരിയും ചിരിച്ച് എന്നെ നോക്കിയിരിക്കുന്നു. എന്തോ ആ സമയത്താകെ ഒരു ചമ്മല് തോന്നിയിട്ടോ. അവിടേക്ക് നോക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രമിച്ചു. അനുസരണ കൂടുതലുള്ള കണ്ണാണല്ലോ എൻ്റെ, അവിടേക്ക് തന്നെ നോക്കും. എൻ്റെ കുഞ്ഞാ മതി ചക്ക, ഇങ്ങനെ നോക്കിയാ അവൾക്ക് കണ്ണ് തട്ടും. പെട്ടെന്ന് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ഭർത്തു ഒന്ന് ഇളിച്ചു കൊടുത്ത് നേരെ ഇരുന്നു. ഞാനാണെ ആകെ ചമ്മി നാറിയ നിർവൃതിയിൽ തല കുനിച്ചിരുന്നു. ആദിയും നന്ദുവും പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. നോക്കിയപ്പോ ഞങ്ങളെ കളിയാക്ക. മുത്തും ശാരിക്കൊച്ചും അതിൽ കൂടി. അയ്യേ, ആകെ നാണക്കേടായിപ്പോയി. വേഗം അവിടുന്ന് എണീറ്റ് അടുക്കളയിലേക്ക് പോന്നു. ഇവിടെ നല്ല പഴംപൊരി ഉണ്ടാക്കാണ്. ചെന്നതും എടുത്തൊരെണ്ണം അങ്ങോട്ട് കഴിച്ചു. വാവ്, അടിപൊളി. ദേവുമ്മ ഉണ്ടാക്കിയതാണോ? അതെ. പുഞ്ചിരിച്ചുകൊണ്ട് ദേവുമ്മ പറഞ്ഞതും കവളിലൊരു ഉമ്മ കൊടുത്തു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണക്കടിയാണിത്, അതും ഇത്ര ടേസ്റ്റിൽ. അതും പറഞ്ഞ് വീണ്ടും എടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നാലെ നന്ദുവും വന്നു. ഭർത്തു ആദിയും മുത്തച്ഛൻ്റെ കൂടെ പാടത്തു പോയി. എടി നന്ദു, അത് മുഴുവൻ തീർക്കല്ലേ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. നന്ദുവിൻ്റെ പ്രായം തോന്നുന്ന ഒരു കുട്ടി. അവൾ ഓടി വന്ന് പഴംപൊരി എടുത്ത് കഴിച്ചു. എന്നെ ഒന്ന് കണ്ടതുപോലുമില്ല. കഴിക്കുന്നതിനിടയിൽ കണ്ടതും ഒന്ന് നോക്കി ബസന്തി ലുക്കിൽ ചിരിച്ചോണ്ട് പഴംപൊഴി വിഴുങ്ങി എന്നാണ് തോന്നുന്നത്. ആമിയച്ചേ. ഓ, അപ്പോ എന്നെ അറിയോ? ഞാൻ നല്ല കുട്ടിയായി ഒന്ന് ചിരിച്ചു കൊടുത്തു. ഹൈ, ഞാൻ അശ്വതി, അച്ചുന്ന് വിളിക്കും. എങ്ങനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്? നന്ദു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വിളിക്കുമ്പോ. അത് ശരി, ഇവരൊക്കെ എപ്പോഴാ വിളിച്ചത്? ഞാൻ ആ വീട്ടിലല്ലേ? നന്ദുവിനെ പോലെ തന്നെയാണ് അവളും പെട്ടെന്ന് കൂട്ടായി. അല്ല, നീ എവിടെ പോയേ? നന്ദു ചോദിച്ചു. +2 മീറ്റപ്പ് ആയിരുന്നു. മുത്തശ്ശി ക്ലാസ് ആണെന്ന് പറഞ്ഞുല്ലേ? ആ, അപ്പൊ ഓർമ്മയില്ലായിരുന്നു. ഇപ്പാണോ അത് ഓടിയത്? അത് മുത്തശ്ശിക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അതാ പിന്നെ അങ്ങനെ പറഞ്ഞേ. അല്ല ആമി ചേച്ചി, എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്ന് ചിരിച്ചോണ്ട് തുടങ്ങി. പിന്നെ ഭൂലോക കാര്യങ്ങൾ വരെ ചർച്ച ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് സെറ്റായി. കൂടെ ആമി എന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. പഴംപൊരിയൊക്കെ പ്ലേറ്റിലാക്കി ചെന്നതും ഭർത്തുവിൻ്റെ ഒപ്പം വേറെ ഒരാളും കൂടി. ഹായ്, ഇതാണോ എൻ്റെ ബാബി? എന്നെ കണ്ടതും ഭർത്തുവിൻ്റെ തോളിൽ കൈ ഇടുന്ന പോലെ ആക്ഷൻ ഇട്ട് ചോദിച്ചു. കൈ എത്തൂല, അതുകൊണ്ടാണ് പാവം ആക്ഷൻ ഇട്ടത്. ഹായ് ബാബി, ഐ ആം അശ്വിൻ. തുള്ളിച്ചാടി എൻ്റെ അടുത്തോട്ട് വന്നു. ഞാനും കൈ കൊടുത്തു. ഇവിടുത്തെ ഏറ്റവും ഇളയ പുത്രനാണ്.
പക്ഷേ വിളഞ്ഞ വിത്താണെന്ന് തോന്നി. എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ ആളെ. 8ലാണ് പഠിക്കുന്നത്, പക്ഷേ അതിനുള്ള ബുദ്ധി ഇല്ലാന്ന് തോന്നുന്നു. പൊട്ടത്തരാണ് ആളുടെ മെയിൻ. ഇത്ര കുറച്ച് നേരം കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് ഇനി എന്തൊക്കെയുണ്ടോ എന്തോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടി വന്നു. അതിൽ ആരാന്ന് നോക്കിയപ്പോൾ ഞെട്ടി. ഒരു പുട്ടി ഭൂതം. ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നേ. അപ്പോൾ ഇതാണ് പ്രിയ.